പ്രിയരെ നമസ്കാരം. ഞാനിപ്പോൾ എനിക്ക് വളരെ സന്തോഷമുള്ളൊരു നിമിഷമാണ്. കാരണം ഞാൻ അജയ് പുന്നപ്ര എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ സ്കേറ്റിംഗ് ബോർഡിൻ്റെ ഒരു ഷൂട്ട് ചെയ്യാൻ വേണ്ടി ഇവിടെ വന്നപ്പോൾ സുദർശൻ അല്ലേ, സുദർശൻ എന്ന് പറഞ്ഞ ചേട്ടൻ്റെ ഒരു ആഗ്രഹം പറഞ്ഞു. അദ്ദേഹം ഒരു കവിത പാടണം അല്ലേ? അതേത് കവിതയായിരുന്നു? കാശ്മീർ എന്നൊരു കവിത. അത് തിരുവനന്തപുരം സൗപർണികയുടെ നാടകമല്ലേ അല്ലേ, കാശ്മീർ എന്നൊരു കവിത. അപ്പം അതിൽ ആ കവിത ഒന്ന് പാടണമെന്ന് ആലപിക്കണമെന്ന് ആവശ്യപ്പെട്ടിരിക്കുകയാണ്. അപ്പം പ്രിയ പ്രേക്ഷകർക്ക് വേണ്ടി എവിടെ സ്ഥലം? വാടക്കൽ അല്ലേ? വാടക്കൽ സുദർശനൻ ചേട്ടൻ്റെ കാശ്മീരിൽ നിന്നൊരു കവിത എന്ന നാടകത്തിലെ ആ കവിത വളരെ ഹിറ്റായ ഒരു കവിതയാണ്. ആ കവിത സുദർശനൻ ചേട്ടൻ ഒന്ന് ആലപിക്കുകയാണ്. പ്രേക്ഷകർ സ്വീകരിക്കണം, ചേട്ടനെ സപ്പോർട്ട് ചെയ്യണം. ഓക്കെ ചേട്ടാ. എൻ്റെ കവിതയുടെ പേര് കാശ്മീരിൽ നിന്നൊരു കവിത. കുലമരച്ചോട്ടിൽ നിന്നൊരു കവി വരുന്നു, കാലഘടികാരമലറുന്നു, മുലചുരം മുഴുകിയൊരു കടലിരമ്പുന്നു, ഒരു നേർച്ച തേങ്ങലായി അമ്മ നിൽക്കുന്നു, താരാട്ടുചടുലം ഒരു ചക്രവാളത്തിൻ ബെതപൂണ്ടു വിടവാങ്ങി വാരിയെറിയുന്നു, കയറിലകൾ മുറുകിയൻ കണ്ടനാളത്തിൽ ഒഴുകുമൊരു ശാരിക പൈതലിൻ മുമ്പേ പാടട്ടെ ഞാൻ എൻ്റെ അവസാന ഗാനം. അമ്മയെ പോറ്റുവാൻ അമ്മയെ കൊന്നജം ചോരയാൽ എഴുതിയൊരു കവിതാം, കാശ്മീരിൽ നിന്നും ഒരു കവിതാം, കാശ്മീരിൽ നിന്നും ഒരു കവിതാം. തുടിതാളമേളമിട്ടിവിടെയല്ലോ സ്വർഗസംഗീരമോങ്കാരമന്ത്രമായി പൂവിട്ടു, ഇവിടെയല്ലോ സർവകാല സൗഭാഗ്യമാം കാളിദാസ പ്രതിഭ കണ്ണാടി നോക്കുന്നു. ദേവനാഗിരി വഴി ദേവദാരുക്കളിൽ നിത്യപുഷ്പങ്ങളും നമ്രകളാക്കിയും തീരത്തു തൊട്ടു ഞാൻ. കായിക്കരക്കടൽ തീരത്തു കൊണ്ടൊരു ചൈത്ര പൗർണമി പെറ്റ സംക്രമ പക്ഷിയുടെ ഗാനകേളീരവം. ആ ഗാനലഹരിയിൽ വിഷം ചേർക്കുവാൻ 100 വിപ്ലവ വിഷാദങ്ങൾ ദാനമോഹങ്ങളും കരിനാഗപണവുമായി തുള്ളി നിൽക്കുമ്പോഴും കാണാത്തൊരമ്മയുടെ വാർമടിത്തട്ടിലൊരു കുഞ്ഞായി കിടക്കുവാൻ എൻ്റെ മോഹം, എൻ്റെ മോഹം. സുദർശൻ ചേട്ടാ, ഒരുപാട് സന്തോഷം. നന്നായി പാടി. അതുമാത്രമല്ല, ഒരു സന്തോഷം എന്ന് പറഞ്ഞാൽ എത്ര വർഷം മുമ്പുള്ളൊരു നാടകമാണ് കാശ്മീരിൽ നിന്നൊരു കവിത. തിരുവനന്തപുരം സൗപർണിക അതിൽ ആ കവിത ഓർത്തിരുന്ന് പാടുക എന്ന് പറഞ്ഞാല് ആ നാടകം എന്ത് ഹിറ്റാണെന്ന് അതിനർത്ഥം. ഭയങ്കര ഹിറ്റായിരുന്നു. ആണ്. ചേട്ടൻ എത്രാമത്തെ വയസ്സിലാണ് കണ്ടത്? ഞാൻ എൻ്റെ 20ാമത്തെ വയസ്സ് കാണുന്നത്. ആണല്ലേ? ഇപ്പൊ എത്ര വയസ്സായി? ഇപ്പൊ 60 വയസ്സായി. ഇപ്പോഴും ഓർത്തിരിക്കുന്നു, അത് തന്നെ അത്ഭുതമാണ്. അപ്പോൾ ചേട്ടൻ അത്രയും നാടക ആസ്വാദനാണല്ലേ? ഒരുപാട് സന്തോഷം. അപ്പൊ ചേട്ടന്റെ ഈ കവിത എല്ലാവരും ഇഷ്ടപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, താങ്ക് യു. സന്തോഷം. ഓക്കെ.